ഗതശമന അത് എന്റെ മാനസിക സൗഖ്യത്തെ കാണിക്കുന്നു. യപത അതെന്റെ ശരീരത്തിലേറ്റ മുറിവുകൾക്ക് സൗഖ്യമാകുന്നു. മരണ ഭയങ്ങൾ മാറി. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യഹൂദന്മാരുടെ പെസഹയിൽ അറുക്കപ്പെട്ട കുഞ്ഞാടും യേശുക്രിസ്തുവിന്റെ ക്രൂശിലെ മരണവും തമ്മിൽ അനേക സാമ്യതകളുണ്ട്. യഹൂദന്മാരുടെ പെസഹയിൽ അറുക്കപ്പെട്ട കുഞ്ഞാട് കാണിക്കുന്നത് ഇസ്രായേൽ ജനം മിസ്രൈം എന്ന അടിമനുഖത്തിൽ നിന്ന് പുറത്തു വന്നതിനെയാണെങ്കിൽ, യേശുക്രിസ്തുവിന്റെ കാൽവരി ക്രൂശിലെ മരണം പറയുന്നത് പാപ അടിമത്വത്തിൽ നിന്ന്, ജന്മകർമ്മ പാപത്തിൽ നിന്ന് യേശുവിന്റെ കാൽവരി ക്രൂശിലെ രക്തത്താൽ അവിടെ തന്നെ വീണ്ടെടുത്തു. വചനം പറയുന്നു, മുമ്പേ ദൂരസ്ഥരായിരുന്ന നമ്മൾ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ ദൈവത്തോട് സമീപസ്ഥരായിത്തീർന്നു. ഏതൊക്കെ മേഖലയിലാണ് നമുക്ക് വിടുതലുണ്ടാകിയത്? ഒന്ന്, യഹൂദന്മാർ ഈജിപ്തിൽ ശരീരത്തിൽ ബന്ധനമായിരിക്കുകയായിരുന്നു, അടിമത്വത്തിലായിരുന്നു. അവരെ കൊണ്ട് ഊഴിയ വേലക്കാരന്മാർ നിമിത്തമുള്ള അവരുടെ നിലവിളി ദൈവം കേട്ടു. അങ്ങനെയാണെങ്കിൽ യേശുക്രിസ്തുവിന്റെ കാൽവരി ക്രൂശിലെ മരണം കാണിക്കുന്നത് അത് എന്റെ അടിമത്വത്തിൽ നിന്ന് എന്നെ സ്വതന്ത്രമാക്കി. ഗലാത്യർ 5:1 സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു എന്നെ സ്വതന്ത്രമാക്കി. ഏതൊക്കെ മേഖലയിലാണ് സ്വാതന്ത്ര്യം? ഒന്ന് കാണിക്കുന്നത് ഗതശമന, അത് എന്റെ മാനസിക സൗഖ്യത്തെ കാണിക്കുന്നു. 2 കാണിക്കുന്നത് ഗപത, അതെന്റെ ശരീരത്തിലേറ്റ മുറിവുകൾക്ക് സൗഖ്യമാകുന്നു. 3 കാണിക്കുന്നത് എന്റെ മരണ ഭയങ്ങൾ മാറി. ഹേ മരണമേ, നിന്റെ ജയം എവിടെ? മരണത്തിന്റെ ജയത്തെ യേശു കാൽവരിയിൽ തകർത്തു. ദൈവം നിന്നെ പാപ അടിമത്വത്തിൽ നിന്ന് പുറത്തെടുത്തത് യേശുക്രിസ്തുവിന്റെ കാൽവരി ക്രൂശിലെ മരണത്താൽ. ഗലാത്യർക്ക് ലേഖനം 5:1 പറയുന്നു, സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു എന്നെ സ്വതന്ത്രരാക്കി. ഇവിടെ യഹൂദന്മാർ ഈജിപ്തിൽ അടിമത്വത്തിൽ കിടന്നു നിലവിളി സ്വർഗം കേട്ടു. അവരെ രക്ഷിപ്പാൻ തക്കവണ്ണം മോശെ അയച്ചെങ്കിൽ യേശുക്രിസ്തു ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത് പാപജഡത്തിൽ, പാപസാദൃശ്യത്തിൽ ഇറങ്ങി വന്നത്. പ്രജാപതി മനുഷ്യത്വം ദൈവത്വം ആരിൽ ഒരുപോലെ നിക്ഷിപ്തമായിട്ടുണ്ടോ അവനത്ര പ്രജാപതി. അത് ദേഹരൂപത്തിൽ ജഡമാസം എടുത്ത് യേശു മണ്ണെടുത്ത് മനുഷ്യനായി മണ്ണിൽ അവതരിച്ചത് പാപത്തിന്റെ ജന്മകർമ്മ പാപത്തിൽ അടിമത്വത്തിലായിരുന്ന എന്നെയും നിന്നെയും വീണ്ടെടുക്കാനാണ്. ഒരുവൻ യേശുക്രിസ്തുവിനെ ഹൃദയം കൊണ്ട് ഏറ്റവും വിശ്വസിക്കുകയും വായ കൊണ്ട് രക്ഷകനായി ഏറ്റുപറയുകയും ചെയ്യുമ്പോൾ, ഞാൻ അടിമ ബന്ധനത്തിൽ നിന്ന് അതേ നിത്യതയിലേക്ക് അല്ലെങ്കിൽ സ്വർഗീയ പ്രയാണത്തിലേക്കുള്ള എൻ്റെ യാത്ര ആരംഭിക്കുകയാണ്. ദൈവ സാന്നിധ്യത്തിലേക്ക് ഞാൻ ചേരുകയാണ്. മുമ്പ് ദൂരസ്ഥരായിരുന്ന നിങ്ങൾ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ സമീപസ്ഥരായി തീർന്നതുപോലെ, അതായത് യേശുക്രിസ്തുവിന്റെ കാൽവരി ക്രൂശിലെ മരണം കാണിക്കുന്നത് അടിമ ബന്ധനത്തിലല്ല ഞാനിപ്പോൾ, മറിച്ച് അബ്ബാ പിതാവേ എന്ന് വിളിക്കേണ്ടതിന് സ്വപുത്രത്വത്തിന്റെ അവകാശത്തെ എൻ്റെ മേലൊരു അവകാശമുണ്ട്. ഞാൻ അടിമത്വത്തിലല്ല, ഞാൻ ദൈവരാജ്യത്തിലാണ്. യഹൂദന്മാർ പെസഹ കാണിക്കുന്ന രക്തത്താൽ അവർ പുറത്തിറങ്ങി, സംഘാരകൻ കേറിയില്ല. അങ്ങനെയാണെങ്കിൽ ഹേ മരണമേ, നിന്റെ ജയം അവിടെ. നമ്മളെ ഭരിക്കുന്ന അതേ മരണ ഭയങ്ങൾ, രോഗശക്തികൾ യേശുക്രിസ്തുവിന്റെ കാൽവരി ക്രൂശിലെ രക്തത്താൽ അവരെല്ലാം ഈ നിമിഷം അഴിയുകയാണ്. യേശുവിന്റെ രക്തത്തിൽ നീ ഒന്ന് ആശ്രയം വെച്ച് യേശുവിന്റെ രക്തത്തെ ഒന്ന് പിടിച്ചാട്ടെ. യേശുവിന്റെ രക്തം എൻ്റെ മേലും എൻ്റെ തലമുറകളുടെ മേലും എൻ്റെ ഭവനത്തിലും ഞാൻ പുരട്ടുമെന്ന് പറഞ്ഞാട്ടെ. യേശുവിന്റെ രക്തത്തിൽ ആശ്രയിച്ചാൽ, യേശുവിന്റെ രക്തത്തിന്റെ കവറിങ്ങിൽ നീ വന്നാൽ, മരണ ഭയങ്ങൾ, മരണ വ്യാപാരങ്ങൾ നിന്നെ വിട്ട്, നിന്റെ തലമുറകളെ വിട്ട്, നിന്റെ കുടുംബം വിട്ട് വഴിമാറും. എങ്ങനെയാണ് യേശുവിന്റെ ആ കാൽവരി ക്രൂശിലെ മരണം എനിക്ക് സൗഖ്യം നൽകി തന്നത്? എങ്ങനെയാണ് യേശുവിന്റെ കാൽവരി ക്രൂശിലെ മരണം എനിക്ക് സമാധാനം നൽകി തന്നത്? എങ്ങനെയാണ് യേശുവിന്റെ കാൽവരി ക്രൂശിലെ മരണം എന്നെ ദൈവ മഹത്വത്തിലെ ദൈവ പദവിയിലേക്കാക്കിയത്, ദൈവ രാജ്യത്തിലേക്കാക്കിയത്? ഒന്ന്, യേശുക്രിസ്തു ഗതശമനയ്ക്കകത്ത് കയറി. ഗതശമനയ്ക്കകത്ത് യേശു മാനസികമായി വേദനയെ അനുഭവിച്ചു. ലോകത്തിന്റെ പാപത്തെ, എൻ്റെ പാപത്തെ യേശു ഗതശമനയിൽ വെച്ചു. വഹിച്ച ഇടമാണ്, മാനസികമായി വഹിച്ച ഇടമാണ്. യേശുവിന്റെ അത് വേർപ്പ് ധമനിയിൽ നിന്ന് വേർപ്പ് വരുന്നതിന് പകരം രക്തം പൊടിഞ്ഞു. യേശു
മാനസികമായി അവിടെ എൻ്റെ വേദന അനുഭവിച്ചു. അത് കാണിക്കുന്നത്, ഗെത്ശമനെ കാണിക്കുന്നത്, ഞാൻ മാനസിക സൗഖ്യം പ്രാപിക്കുക, എൻ്റെ മനസ്സിന്റെ സൗഖ്യത്തിനാ, എൻ്റെ മനസ്സിന്റെ സമാധാനത്തിനാ, എൻ്റെ മനസ്സ് സൗഖ്യമാകാനാ. ഇന്ന് നിമിഷം സബ് കോൺഷ്യസ് മൈൻഡ്, അൺകോൺഷ്യസ് മൈൻഡ്, കോൺഷ്യസ് മൈൻഡ്, മൈൻഡുകൾ സൗഖ്യമാ